നവേഴ്സ് ആരിസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഹെർബലി ടച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഹെർബലി ടച്ചിൻ്റെ ഒരുപാട് കാര്യം ഹെർബലി ടച്ച് അറിഞ്ഞാലാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയും കൂടി എനിക്ക് ഇംഗ്ലീഷ് നോക്കി, പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് നടന്നില്ല. കാരണം ഇംഗ്ലീഷിൽ എനിക്ക് ഇപ്പോൾ പല അസുഖങ്ങളുള്ള ഉണ്ടാവും. എനിക്ക് ശ്വാസം മുട്ടലാണ്. അപ്പോൾ എൻ്റെ അസുഖം മാറ്റാനായിട്ട് ഇംഗ്ലീഷിനെ കാണിച്ചു, ഹോമിയോ കാണിച്ചു, ഇതൊന്നും നടന്നില്ല. ലാസ്റ്റ് ആയുർവേദം സെലക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി പോയിക്ക് ഹെർബലി ടച്ച് എന്ന ആയുർവേദത്തെ പോയി കാണിച്ചു, ആ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് എനിക്ക്. അപ്പോൾ അവിടുന്ന് തന്നത് എനിക്ക് വേറൊന്നുമല്ല, ഫസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞൊരു കഷായം തന്നു. അത് ഞാൻ അന്ന് കുടിച്ചതിൻ്റെയാണ്. ഇതാണപ്പോൾ ഒന്ന് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, വേറൊന്നുമില്ല. ഹരിദ്ര കഷായം എന്ന് പറഞ്ഞുള്ളൊരു കഷായമാണ്. ഇതാ ബോട്ടിലാണ്. കഷായമായിട്ട് ഞാൻ വേറെ 2 കുപ്പി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കഷായം. മനസ്സിലാകാത്തവരെ കഴിഞ്ഞാലും അപ്പോൾ ഈ കഷായം ഉണ്ട്. ഇനി നമുക്കത് കണ്ടിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ. ഇത് പുതിയതൊന്നും, മറ്റേത് ഇത് ഹരിത കഷായമാണ്. അപ്പോൾ ഇതതിൻ്റെ വേറെ പേരുള്ളതാണ്. വാഷാദി കഷായം വേറെ കഷായമാണ്. എനിക്കിങ്ങനെ ഒരുപാട് കഷായമൊക്കെ ഉണ്ട്. അതും നമുക്ക് അധികം ചോരയൊന്നും ഉണ്ടാവില്ല. അതിനോട് തന്നെ കുടിക്കാനായിട്ട് കഷായത്തിനോട് കുടിക്കുക. എനിക്ക് ആദ്യം ഹരിത കഷായം കഴിക്കാനായിട്ട് തന്നിരിക്കുന്നത്, ആദ്യം ഹരിത കഷായത്തിനോട് കഴിക്കാൻ തന്നത് ഈ ഗുളികയാണ്. കാണുന്നതുപോലെ പേര് വെച്ച അതല്ലേ ഇതാണ് ടെസ്റ്റ് ചെയ്തത്, കണ്ടില്ലേ? അപ്പോൾ അതാണ് ഹരിത കഷായത്തിനോട് കുടിക്കുന്നത്. മറ്റേ കഷായത്തിനോട് ഞാൻ ഇപ്പം കുടിക്കുന്നത്, വാഷാദി കഷായത്തിൻ്റെയോട് ഞാൻ കുടിക്കുന്നത് വേറൊന്നല്ല. ഇത് ഞങ്ങൾക്ക് വേറെ ആയിക്കൊരു ഗുളിക തന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുളികയും തന്നിട്ടുണ്ട്. അത് കഷായത്തിൻ്റെ കൂടെ തന്നെ കുടിക്കുന്നതാണ്. കഷായം കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഗുളിക വഴങ്ങുന്ന വെള്ളം കുടിക്കും, അതേപോലെ തന്നെ വെള്ളത്തിന് പകരം കഷായം ആക്കുക. ആ ഗുളികയാണത്. പിന്നെ നമുക്കുള്ളത് ഡോക്ടർ തന്നത് എനിക്ക് തേനിൻ്റെ കൂടെ കുടിക്കേണ്ടതാണ്. പൊടിയാ മനസ്സിലാ, പീൻ ഒരു പൊടിയാണ് നൽകുന്നത്. ഇത് 1 ടീസ്പൂണാണ് എടുക്കുന്നത്, 1 ടീസ്പൂണ്. പിന്നെ അതിൻ്റെ കൂടി കുറച്ച് തേന് ഞാൻ ശുദ്ധമായിട്ടുള്ള തേന് വാങ്ങിച്ചിട്ടുണ്ട്. ആടുന്നല്ലേ, പുറത്തുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ തേന് വാങ്ങിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കത് തന്നിട്ടുള്ളൂ, എനിക്കത്ര അസുഖമുള്ളൂ. അപ്പോൾ എനിക്ക് തന്നത് അതൊക്കെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഹെർബലി ടച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകേണ്ടതാണ്. കൊയിലാണ്ടിയാണ് സ്ഥലം. അവിടെ നിന്ന് വാങ്ങുന്നതാണ് ഹെർബലി ടച്ച്. നമുക്ക് കവർ വരെ കാണിച്ചു തരാമെങ്കിൽ ഹെർബലി ടച്ച് വാങ്ങിയതാണ്. ടച്ച് അതിനകത്ത് എൻ്റെ അനിയത്തിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവളവിടെ അല്ല, അവൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഡോക്ടറെ കാണിച്ചതാണ്. എൻ്റെതായ രീതി പറയുന്നത്, എനിക്ക് ഹെർബൽ ടച്ച് നല്ലൊരു ഗുണം തന്നിട്ടുണ്ട്. മുൻപ് ശ്വാസം മുട്ടലായിട്ട് ഞാൻ പല രീതിയിൽ ഓക്സിജൻ കുറഞ്ഞുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറവാണ് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ. കുറച്ച് ഇടയ്ക്ക് വന്നാൽ അപ്പടെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ മരുന്ന് ആയുർവേദം എന്തായാലും മസ്റ്റ് ട്രൈ ഹെർബലി ടച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോ. കാരണം നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ അസുഖങ്ങളോ രോഗങ്ങളോ വരാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ബൈ.